ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടോപ്പ് ചെയ്ത് എൻ്റെ ലൈവ് മേറ്റ്സ് ചോദിച്ച ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ആക്ച്വലി ഇത് എൻ്റെ ഓൾഡ് ഫോട്ടോസ് കാണിക്കാമോ എന്ന് ലൈവിൽ വരുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. എൻ്റെ പഴയ കോലം കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആക്ച്വലി ഈ വീഡിയോ. സോ ലാത്തേഴ് സമയങ്ങളേണ്ട വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം എടുത്തിട്ടുണ്ടാവുള്ള ഒരു ഫോട്ടോ കേട്ടോ. ഇത് ഞങ്ങളുടെ ബാപ്റ്റിസത്തിൻ്റെ ഫോട്ടോ ആണ്. ഞങ്ങളുടെ അല്ല, എൻ്റെ ബാപ്റ്റിസത്തിൻ്റെ ഫോട്ടോ ആണ്. അതായത് ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണ്. സോ ഞങ്ങൾക്ക് ബാപ്റ്റിസം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്, അതായത് മാമോദീസ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള ഫസ്റ്റ് ഫോട്ടോ ആണിത്. ഇതിൽ ആക്ച്വലി എൻ്റെ ഫേസ് അത്ര ക്ലിയർ അല്ല, എന്നാൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതെൻ്റെ മമ്മീൻ്റെ ഡാഡിയാണ്. അപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ചെറിയ പൈതലാനാണ് ഞാൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫോട്ടോ ആയിട്ട് വരിക. അതായത് ഒരു 2 month 3 month ഒക്കെ ഉള്ള ഒരു ഫോട്ടോ. പിന്നെ ഇത് നമ്മൾ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഉള്ളൊരു ഫോട്ടോ ആണ്. ഇത് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഫോട്ടോ ആയിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇതൊക്കെ എടുത്ത് നോക്കുന്ന ആളായിരുന്നു. ഇതെപ്പോൾ ഇതിങ്ങനെ ക്ലൗ പിടിച്ചു പോയെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ അതായത് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോ ആണ്. അതെൻ്റെ അമ്മയാണ്. പിന്നെ മറ്റത് എൻ്റെ അപ്പാപ്പനാണ്, അതായത് ഡാഡിയുടെ ഫാദറാണ്. ഇതെൻ്റെ ഡാഡിയുടെ കയ്യിലിരിക്കുന്ന ഞാനാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇതൊരു 1.5 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോ ആയിരിക്കും, കാരണം മൊട്ടയടിച്ചിട്ടുള്ള തലയാണ്. പിന്നെ ഇതൊരു 2 വയസ്സോ 3 വയസ്സ് 2 വയസ്സ് ആ ഒരു ടൈമിലുള്ള ഫോട്ടോ ആവാനാണ് ചാൻസ്. ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് എടുത്ത് നോക്കുന്നതാണ്. പക്ഷേ ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ക്ലൗ പിടിച്ചു പോയെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഇതൊരു 4 വയസ്സ് 5 വയസ്സ് അങ്ങനെയുള്ള ഒരു ടൈമിലുള്ള ഫോട്ടോ ആയിരിക്കും ഇത് ഞാനൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ള ഫോട്ടോ ആണ്. ഇതൊക്കെ എടുത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഇതൊരു 4 വയസ്സ് അങ്ങനെയൊക്കെ പ്രായം കാണുമായിരിക്കും. പോണിട്ടൈലൊക്കെ കെട്ടി വലിയ വട്ടപ്പൊട്ടൊക്കെ വെച്ച്, അതാണ് എൻ്റെ എപ്പോഴുള്ള ഒരു ഹെയർ സ്റ്റൈലും കാര്യങ്ങളും. പിന്നെ ഇത് ഞാനും എൻ്റെ ചേച്ചിയാണ്. ചേച്ചിയിൽ കൂടെ നിൽക്കുന്ന വേറൊരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇത് ഞാൻ 4ാം ക്ലാസ്സിൽ ടൂർ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ അത് ആക്ച്വലി ഇതാണ് എൻ്റെ ഒരു ആൽബം. എൻ്റെ ഒരുപാട് ഫോട്ടോസുള്ള ഒരു ആൽബമാണ് ഇത്. ഇതാണ് കേട്ടോ ഇത് ഈ പറയുന്ന കണക്ക് 2 3 വയസ്സൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. 3 വയസ്സ് 4 വയസ്സ് ആ ഒരു ഏജിലൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. ഈ ചെറിയ ഫോട്ടോ എടുത്തിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ആ സ്പീക്കറിൻ്റെ അവിടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് മോൻ്റെ, അതായത് എൻ്റെ ബ്രദറിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള ഫോട്ടോ ആണ്. ഇതാണ് കേട്ടോ എൻ്റെ അനിയൻ. ഇപ്പം എൻ്റെ ഡബിളുണ്ട് അവൻ, പക്ഷേ അവൻ്റെ കൂടെയുള്ള ഫോട്ടോസാണിത്. ഇതെൻ്റെ കസിൻ ചേട്ടനാണ്. പിന്നെ ഇതും ഞാൻ ഈ പറയുന്ന കണക്കൊരു 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ള ഒരു ഫോട്ടോ ആണ്. ഇതും അത്രയൊക്കെ തന്നെ 1ാം ക്ലാസ്സിലൊക്കെ ഉണ്ടാവുമായിരിക്കും ഈ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ. ഇത് അപ്പാപ്പനാണ് കേട്ടോ, നേരത്തെ പറഞ്ഞില്ലേ ഡാഡിയുടെ ഫാദർ മരിച്ചുപോയി. പിന്നെ ഇത് ഒരു 6ാം ക്ലാസ്സൊക്കെ 5ാം ക്ലാസ് 6ാം ക്ലാസ് ആ ഒരു ടൈമിലെ ഫോട്ടോ ആണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് ആ ഒരു ടൈം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ഒരു 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ എത്തിക്കാണും. ഇതും ഈ പറയുന്ന പോലെ 1ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ അവൻ്റെ ബർത്ത്ഡേയാണ്. ഈ ഫോട്ടോൻ്റെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ഉണ്ട്, അത് ഞാൻ ഇപ്പുറത്ത് കൊടുക്കാവേ. ഇതും ഒരു 2 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തെ ഫോട്ടോ ആയിരിക്കും. ഇത് ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോ ആണ്. ഞാൻ എൻ്റെ ബ്രദറിനെ എടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോൻ്റെയാണ്, എൻ്റെ സിംഗിൾ ഫോട്ടോ ആണ് അത്. ഒരു 5-6 വയസ്സൊക്കെ കാണുമായിരിക്കും. പിന്നെ കുറച്ചും കൂടെ വലുതായി, ഇതൊരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്, 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. കോലങ്ങൾ മാറലേ അല്ലേ. 8ാം ക്ലാസ്സൊക്കെ ആയി കാണണം. ഞങ്ങൾ ഡാഡിയുടെ ബാങ്കിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് ടൂർ പോയപ്പം എടുത്ത ഫോട്ടോ ആണ്. ഈ ഫോട്ടോ ഞാൻ എൻ്റെ സ്കൂളിൽ കാണിച്ചു കൊടുത്തപ്പോൾ അവർ ചോദിക്കുമായിരുന്നു, ഇത് ഏതാണ് ഈ ആൺകുട്ടിയെന്ന്. അത്രയ്ക്ക് മോശമാണോടാ? കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാണ് അപ്പം എൻ്റെ ഫാമിലി കേട്ടോ, ഡാഡി മമ്മി ബ്രദർ ഞാനും. ഇപ്പോൾ ബ്രദർ എൻ്റെ ഇരട്ടയുണ്ട് ഇപ്പം. പിന്നെ ഇത് ബ്രദർ ചെറിയ കൊച്ചായിരിക്കുമ്പോൾ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്ലൗ പിടിച്ച ഫോട്ടോയിലെ ചേച്ചിയില്ലേ, ഇതാണ് ഞാനും ആ ചേച്ചിയും കേട്ടോ. പിന്നെ വന്നിട്ട് ഈ ഫോട്ടോ എനിക്ക് 18 വയസ്സുള്ളപ്പം, അതായത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പം എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. ഞങ്ങൾ മൂന്നാർക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ ഇത്. കറക്റ്റ് ഒരു 18 ഇയേഴ്സിൽ ഉള്ള ഞാനാണ് ഇങ്ങനെ. പിന്നെ വന്നിട്ട് ഇതിപ്പം ജയറാം, ഞങ്ങളൊരു ട്രിപ്പ് പോയപ്പം കണ്ടതാണ് ജയറാമിന്. ഇതിപ്പോൾ എന്താണ് എൻ്റെ വീഡിയോയിൽ ജയറാമിന് കാര്യം? ഇരിക്കട്ടെ. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ 21ാമത്തെ വയസ്സിൽ, കറക്റ്റ് എൻ്റെ കെട്ടിയോൻ എന്നെ പെണ്ണ് കാണാൻ വരുന്നതിന് തൊട്ട് മുമ്പത്തെ മാസം എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ ഇത്. ജസ്റ്റ് 21 ഇയേഴ്സ്, അതായത് 10 ഇയേഴ്സ് ബിഫോർ ഉള്ള ഞാനാണ് ഈ നിൽക്കുന്നത്. പിന്നെ ഇനി വരുന്ന ഫോട്ടോസ് എല്ലാം ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം എടുത്തിട്ടുള്ള, അതായത് 2015 തൊട്ടുള്ള ഫോട്ടോസാണ് ഈ കാണുന്ന ഫോട്ടോസ്. ഇതാണ് എൻ്റെ കല്യാണ ലുക്ക് കേട്ടോ, വെഡ്ഡിങ് ലുക്ക്.
ഇതൊക്കെ ഒരു 2015 ആ ഒരു ടൈമിലെ ഫോട്ടോസ് ആയിരിക്കും. 2018 അങ്ങനെ വരും. ഇത് 2020, 21 ആൻഡ് 23 ആയിരിക്കും. ഇത് ഒരു 2 വർഷം മുമ്പത്തെ ഫോട്ടോസ്. ഇപ്പോൾ എന്നെ നിങ്ങളെല്ലാവരും കാണുന്നതല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഓൾഡ് ഫോട്ടോസ്? കണ്ടിട്ട് എല്ലാവർക്കും സംതൃപ്തി ആയോ? ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.